Dears, welcome back to Arcanex. So, നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ പഠിക്കാൻ ഒരു ഈസി ട്രിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മാർക്ക്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ആംഗുലർ നോട്ട്സും റേഡിയൽ നോട്ട്സും ഒക്കെ കാണാൻ പറ്റും. 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് റെഡി. ഈ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ട്രിക്ക് ആണ്. ഓൾറെഡി 2 ട്രിക്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണുക. അപ്പൊ ഇതാണ് ചോദ്യം. ഒരു ഓർബിറ്റൽ തന്നിട്ട് അതിന്റെ എൻ വാല്യൂ എഴുതാൻ ചോദിക്കും, എൽ വാല്യൂ ചോദിക്കും, ആംഗുലർ നോട്ട്സ് ചോദിക്കും, റേഡിയൽ നോട്ട്സ് ചോദിക്കും. അതായത് ആംഗുലർ നോട്ട്സും റേഡിയൽ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് പുതിയത് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ടേമുകളാണ്. അത് പഠിക്കാൻ ഈസി ആയിട്ട് പഠിച്ച് മാർക്ക് വാങ്ങാനുള്ള ട്രിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു. അപ്പൊ ഇതേപോലെ ആയിരിക്കും ചോദ്യം. അപ്പൊ നമ്മൾ അതിന് ആൻസർ എഴുതാൻ പോവാണ്. ആ ചോദ്യം ഒന്ന് കാണിക്കോ, അവർ കണ്ടില്ലല്ലോ. യെസ്, ഹൗ മെനി ആംഗുലർ നോട്ട്സ് ആർ പ്രസന്റ് ഇൻ a 5f orbital? 5f ഓർബിറ്റലിന്റെ ആംഗുലർ നോട്ട്സ്. 5f ഓർബിറ്റലിന് എത്ര ആംഗുലർ നോട്ട്സ് ഉണ്ടെന്നാണ് ചോദ്യം. യെസ്, അപ്പൊ നോക്കാം. ഇവിടെ 2s ഉണ്ട്, 3d ഉണ്ട്, 4p ഉണ്ട്. ഇവരുടെ 3 പേരുടെയും നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം എൻ വാല്യൂ കാണും, പിന്നെ എൽ വാല്യൂ കാണും, പിന്നെ ആംഗുലർ നോട്ട്സ് കാണും, പിന്നെ റേഡിയൽ നോട്ട്സ് കാണും. മക്കളെ 2s ന്റെ എൻ വാല്യൂ 2 ഉം 3d യുടേത് 3 ഉം 4p യുടേത് 4 ഉം ആണ്. അത് എസിനും പിക്കും പിക്കും ഒക്കെ ഇടയിൽ മുന്നിൽ കാണുന്ന ഒരു നമ്പർ ഇല്ലേ, ആ നമ്പർ അങ്ങനെ തന്നെ എടുത്തങ്ങ് എഴുതുക അല്ലേ. അതാണ് എൻ വാല്യൂ. ഫ്രണ്ടിലെ നമ്പേഴ്സ് ആണ് എൻ വാല്യൂ. 3 4 റെഡി അല്ലേ. ഇനി എൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയണം. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തോ. എസിന് എൽ വാല്യൂ 0, പിക്ക് എൽ വാല്യൂ 1, ഡിക്ക് എൽ വാല്യൂ 2, എഫിന് എൽ വാല്യൂ 3. ബൈഹാർട്ട് ചെയ്യാണ്ട് ഈസി ആയിട്ട് എഴുതാം. നിങ്ങൾക്ക് അറിയാം ഓർഡർ SPDF ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ നിങ്ങൾ 0 1 2 3 അത് ആ ഓർഡറിലങ്ങ് എഴുതിയാൽ മതി. 0 കഴിഞ്ഞ് 1, 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3, SPDF 0 1 2 3 അല്ലേ. അങ്ങനെ ഓർമ്മിക്കുക. SPDF 0 1 2 3 ഓർമ്മിക്കുക. റെഡി അല്ലേ. അപ്പൊ ഇവിടെ 2s ആ. s ന്റെ എൽ വാല്യൂ എത്രയാ? 0. യെസ്, 0 0 ആണല്ലേ. അപ്പൊ 0 എഴുതി. 3d ഡിയുടെ എൽ വാല്യൂ എത്രയാ? 2. യെസ്, അപ്പൊ ഞാൻ 2 എഴുതി. 4p എൽ വാല്യൂ 1. യെസ്, അപ്പൊ നമുക്ക് എൻ വാല്യൂം കിട്ടി, എൽ വാല്യൂം കിട്ടി. ഇനി ആംഗുലർ നോട്ട്സ്. ഇനി ആംഗുലർ നോട്ട്സ് കാണാൻ ഒന്നുമില്ല. ഈ കോളം അങ്ങനെ തന്നെ എടുത്ത്. യെസ്, എന്താണോ എൽ വാല്യൂ അത് തന്നെയാണ് ആംഗുലർ നോട്ട്സിന്റെ എണ്ണം. എൽ 0 ആണെങ്കിൽ ആംഗുലർ നോട്ട്സ് 0, എൽ 2 ആണെങ്കിൽ ആംഗുലർ നോട്ട്സ് യെസ് 1 ആണെങ്കിൽ 1. യെസ്, അപ്പൊ ഈ കോളം എന്താണോ അത് തന്നെയാണ് ആംഗുലർ നോട്ട്സിന്റെ കോളം. ഇനി റേഡിയൽ നോട്ട്സ് ആണ് ചെറിയൊരു പ്രശ്നമുള്ളത്. അപ്പൊ റേഡിയൽ നോട്ട്സ് കാണാൻ എന്താ ചെയ്യാ? n മൈനസ് l മൈനസ് 1 ആണ്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, n മൈനസ് l മൈനസ് 1. ആ ഇക്വേഷൻ ഒന്നും നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ട്രിക്ക് പറയാം. അപ്പൊ n മൈനസ് l മൈനസ് 1 ആണ് റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതാണ് n, ഇതാണ് l. അപ്പൊ n മൈനസ് l എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 0 2 തന്നെ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പൊ 2 മൈനസ് 1 റെഡി 1 കിട്ടി. അപ്പൊ റേഡിയൽ നോഡ് 1. അങ്ങനെ മൈനസ് എൽ മൈനസ് 1 ഓർമ്മിക്കണം നിങ്ങൾ. ഇത് തന്നെ ഇത് മൈനസ് ഇത് മൈനസ് 1. ഇതിനൊന്നും ചെയ്യല്ല. ഇത് നമ്മൾ ഈ കോളം ഇങ്ങനെ എടുത്ത് എഴുതിയതാണ്. ഇത് മൈനസ് ഇത് അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പൊ 3ൽ നിന്ന് 2 കുറച്ചാൽ 1 ൽ നിന്ന് 1 കുറച്ചാൽ 0. യെസ്, അങ്ങനെയാണ് ഇതിന്റെയോ 4p യുടെയോ. 4ൽ നിന്ന് 1 കുറച്ചാൽ 3, 3ൽ നിന്ന് 1 കുറച്ചാൽ 2. റെഡി. ഓക്കെ അല്ലേ. അപ്പൊ n മൈനസ് എൽ മൈനസ് 1 ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് എഴുതിയാലോ. ഹൗ മെനി ആംഗുലർ നോട്ട്സ് ആർ പ്രസന്റ് ഇൻ 5f ഓർബിറ്റൽ? യെസ്, 5f ന്റെ എൽ വാല്യൂ എത്രയാ? f ന്റെ എൽ വാല്യൂ എത്രയാ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. SPDF 0 1 2 3. f ന്റെ എൽ വാല്യൂ 3. യെസ്, അപ്പൊ എൽ വാല്യൂ 3 ആ. എൽ വാല്യൂ തന്നെയാണ് എന്ത്? ആംഗുലർ നോട്ട്സ്. യെസ്, അപ്പൊ ആംഗുലർ നോട്ട്സിന്റെ എണ്ണവും എത്ര തന്നെയാണ്? 3. ഇതിൽ റേഡിയൽ നോട്ട്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇനി റേഡിയൽ നോട്ട്സിന്റെ ക്വസ്റ്റ്യൻ ഇല്ല. യെസ്, ഇതിന്റെ റേഡിയൽ നോട്ട് വേണം ചെയ്യണോ? ഇതിന്റെ റേഡിയൽ നോട്ട്സ് ചെയ്തു ചെയ്യാലോ. n മൈനസ് l മൈനസ് 1 ആണ്. n എന്ന് പറയുന്നത് 5 ആണ്. l എന്ന് പറയുന്നത് -3 ആണ്. യെസ്, അതേ -1. 5ൽ നിന്ന് 4 കുറച്ചാൽ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി ആംഗുലർ നോട്ട്സ് ആർ പ്രസന്റ് ഇൻ എ 3p ഓർബിറ്റൽ? 3p പെട്ടെന്ന് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണേ. പെട്ടെന്ന് കാണുന്നവർ മാക്സിമം സ്പീഡാക്കി ഇതിന്റെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.